ഓക്കെ, പെർസെൻറ്റേജിൻ്റെ റിമൈനിങ് ക്ലാസ്സസ് ആണ് സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ പെർസെൻറ്റേജിൻ്റെ 3 ക്ലാസ്സസ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ അത് സെക്കൻഡ് ആൻഡ് തേർഡ് ക്ലാസ് കമ്പൈൻഡ് ആണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഒരു സെയിൽസ് ടാക്സ് പ്രോബ്ലം ആണ് ലാസ്റ്റ് ചെയ്തത്. സോ അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. "65% of a number is 21 less than 4/5 of that number. What is the number?" ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് ഒരു നമ്പറിന്റെ 65%ഉം പിന്നെ വേറൊരു ആ നമ്പറിന് തന്നെ 4/5 അതായത് 4/5 ഓഫ് ആ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ലെസ് ദാൻ 21 ലെസ് ദാൻ 4/5 ഓഫ് ദറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇതിൽ ലാർജസ്റ്റ് നമ്പർ പറയുന്നത് 4/5 ഓഫ് എക്സ്. അതായത് നമുക്ക് ആദ്യം ലെറ്റ് എക്സ് ബി ദ നമ്പർ. ഓക്കെ, ആ നമ്പറിന്റെ 4/5 മൈനസ് 65% ഓഫ് എക്സ്, ആ നമ്പറിന്റെ 65%ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് 21 തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് 4/5x മൈനസ് 65/100 ഇൻറ്റു എക്സ് ഈക്വൽ ടു 21. ഓക്കെ, നമുക്ക് ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്രാക്ഷൻസ് ഒന്ന് ഒക്കെ ഒഴിവാക്കി. അതായത് 4/5 ഇൻറ്റു 100 എക്സ് ഉണ്ട് മൈനസ് 65/100 ഇൻറ്റു 100 ഒരു എക്സ് ഉണ്ട് ഇക്വൽ ടു 21 ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, 100ഉം 100ഉം കട്ടാവും, 5 കട്ടാവും, 20 ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 18x മൈനസ് 65x ഈക്വൽ ടു 2100. അതായത് 15x ഇസ് ഈക്വൽ ടു 2100 എന്ന് വരും. അപ്പോൾ x ഇസ് ഈക്വൽ ടു 2100 ബൈ 50 ഈക്വൽ ടു 140 എന്ന് വരും. ഓക്കെ, 140. ഇത് സിമ്പിളായി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിട്ടുണ്ട് ആ നമ്പറിന്റെ 4/5 പറയുന്നതും 65% ആ നമ്പറും പറയുന്നത് 21 ആണ് തന്നിട്ട്. അത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഇത് ഡയറക്റ്റ് അത് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാമല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In an election between two candidates, 75% of the voters cast their vote. Out of which 2% of votes were declared invalid. A candidate got 9,261 votes, which is 75% of the valid votes. Find the total number of votes enrolled in the election.
ഓക്കെ, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു വോട്ട്സ് ഉണ്ട്, ഒരു ഇലക്ഷന്റെ വോട്ട്സ് ആണ്. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ഉണ്ടാവുമല്ലോ, ഇത്ര പേര് ഒരു ഒരു ഏരിയയിലാണ് ഇലക്ഷൻ നടക്കണമെങ്കിൽ ആ ടോട്ടൽ നമ്പർ അവിടെ ഉണ്ടാവുമല്ലോ, എത്ര ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിലെ 75% മാത്രമേ വോട്ട് ചെയ്തുള്ളൂ. എന്നിട്ട് ആ വോട്ട് ചെയ്തതിൽ 2% എന്തായിരുന്നു, ഇൻവാലിഡ് ആയിരുന്നു അല്ലെ. ആ വോട്ട് ചെയ്തതിൽ 2% ഇൻവാലിഡ് ആയിരുന്നു. അതും കഴിഞ്ഞ ശേഷം അതില് 75% വോട്ടാണ് ഒരാൾക്ക് കാൻഡിഡേറ്റ് കിട്ടിയത്. അതാണ് 9261 തന്നിരിക്കുന്നത്. ഓക്കെ, 9261 ഓക്കെ തന്നിരിക്കുന്നത്. അതായത് എൻറോൾഡ് ചെയ്ത വോട്ടിന്റെ 75%ന്റെ അതിൽ 2% ഒഴിവാക്കി, എന്നിട്ട് അതിന്റെ 75% ആണ് ഇയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. സോ അതെങ്ങനെയാ വരിക വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എക്സ് എന്ന് എടുത്തു വിചാരിച്ചു. എക്സ് ആണ് എൻറോൾഡ് വോട്ട്സ്. ആ ഒരു ഏരിയയിൽ ഇത്ര എക്സ് പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ എത്ര പേരാണ് വോട്ട് ചെയ്തത്, 75% അല്ലെ. ആ വോട്ടിന്റെ 75% ഓഫ് എക്സ് ആണ് വോട്ട് ചെയ്തവർ. ഓക്കെ, അതിൽ എത്ര 2% ഇൻവാലിഡ് ആയിരുന്നു. അതായത് 2% പറഞ്ഞാൽ ബാക്കി അപ്പൊ എത്ര വാലിഡ് ഉണ്ടാവും, 98%. എന്തിന്റെ, ഈ 75% ഓഫ് എക്സിന്റെ 98%. ഓക്കെ, 98% ഓഫ് 75% ഓഫ് എക്സ്. ഓക്കെ, 98 ഇതാണ്. അതായത് 2% ഇൻവാലിഡ് ആണല്ലോ, വോട്ട് ചെയ്ത 75%, അതില് 2% ഇൻവാലിഡ് ആണ്. അപ്പം ബാക്കി 98% വാലിഡ് ആണല്ലോ. അതായത് ആ 75%ൽ 98%. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് എഴുതി. അത് കഴിഞ്ഞ് ഇതില് എത്ര പെർസെൻറ്റേജ് ആണ് ഒരു കാൻഡിഡേറ്റ് എക്ക് കിട്ടിയത്, കാൻഡിഡേറ്റ് എക്ക് ഇതിന്റെ 75% ആണ് കിട്ടിയത്. അപ്പൊ 75% ഓഫ് 98% ഓഫ് 75% ഓഫ് എക്സ്. ഓക്കെ, അതാണ് നമുക്ക് തന്നിരിക്കുന്നത് 9261. ഓക്കെ, അതാണ് നമുക്ക് തന്നിരിക്കുന്നത് 9261. കാണുന്നുണ്ടോ, 9261. അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് കിട്ടി 75% ഓഫ് 98% ഓഫ് 75% ഓഫ് എക്സ് ആണ് 9261. ഓക്കെ, നമ്മൾ എങ്ങനെ എഴുതും, ഫസ്റ്റ് 75 തന്നെ നമുക്ക് 75/100 എന്ന് എഴുതാം. അതിന്റെ 98/100, 75/100. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ 75/100 ഏതിന്റെ, ഉള്ളിൽ നിന്ന് എഴുതിയാൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത് 75% ഓഫ് എക്സ്. 75% ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം, 75/100 ഇൻറ്റു എക്സ് അല്ലേ. ഇതിന്റെ 98% നമ്മൾ എങ്ങനെ എഴുതാം, 98/100 ഇൻറ്റു ആ ഒരു ഫുൾ വാല്യൂ. ഓക്കെ, എക്സ്. അതിന് ഇതിന്റെ 75%, അപ്പൊ 75/100. ഇതാണ് 9260. ഓക്കെ, ഇതാണ് 9260. നമുക്ക് എക്സ് മാത്രം എടുത്ത് എഴുതണല്ലോ. എക്സ് ഈക്വൽ ടു, ഇവിടെ ഉണ്ട് എക്സ്. ഈ താഴത്തുള്ളൊക്കെ ഈ 100 ഒക്കെ മേലേക്ക് പോകുമ്പോൾ
9261 into 100 into 100 into 100 by 75 into 98 into 75. Okay, you see the value 16,800. ഇതാണ് എക്സിന്റെ വാല്യൂ. ഇതാണ് നമ്മൾ എൻറോൾ ചെയ്തത്. കാരണം എക്സ് പറയുന്നത് എൻറോൾഡ് വോട്ട്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ 75% ഓഫ് എക്സ് എടുത്തു. അതാണ് എൻറോൾ ചെയ്തത് എക്സ് ആണെങ്കിൽ അതിന്റെ 75% എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ 98% ആണ് വാലിഡ് വോട്ട്സ്. ഓക്കെ, അതിന്റെ 98% ആണ് വാലിഡ് വോട്ട്സ്. കാൻഡിഡേറ്റ് എക്ക് കിട്ടിയ വോട്ട്സ് ആണ് നമ്മൾ താഴെ 75% ഓഫ് 98% of 75% of x is equal to 9261. Okay, ഇത് ജസ്റ്റ് ആ ഉള്ളിലേക്ക് എഴുതി പോയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Shobha's mathematics teacher. Shobha's maths teacher Shobha's maths test. Okay, Shobha's maths test had 75 problems. Okay, that is 10 arithmetic problems, 13 algebra, and 35 geometry. Okay, although she answered 70% of arithmetic, 40% of the algebra, 16% of the geometry. Okay, correctly. ഇതൊക്കെയാണ് correctly of the problems correctly. Okay, ഇത്രയാണ് correct ആയിട്ട് ചെയ്തത്. She did not pass. Still she did not pass because she got less than 60% of the problem right. How many more questions she should answer? She should have answered to pass. Okay, ഇവിടെ തന്നിട്ടുണ്ട് ശോഭാസ് ടെസ്റ്റ് ഉണ്ട്. ശോഭാസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിൽ 10 അരിത്തമെറ്റിക് ക്വസ്റ്റ്യനും 30 ആൽജിബ്രയും 35 ജോമെട്രിയാണ് ഉള്ളത്. ടോട്ടൽ 75 ആണ്. അതിൽ അരിത്തമെറ്റിക്കിന്റെ 70%, ആൽജിബ്രയുടെ 40%, ജോമെട്രിയുടെ 60% ആണ് കറക്റ്റ് ആയിട്ട് ശോഭ അറ്റൻഡ് ചെയ്തത്. പക്ഷെ എന്നിട്ടും ഫെയിലായി. കാരണം ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ 60% കറക്റ്റ് ആയിരുന്നില്ല. ഓക്കെ, ടോട്ടൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നിന്റെയും ഇത്ര പെർസെൻറ്റേജ് നമുക്ക് അറ്റൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടലിന്റെ 60% അറ്റൻഡ് ചെയ്താലേ പാസ്സാവും. പക്ഷെ അത്ര അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിനും എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു എന്ന് കണ്ടുപിടിക്കണം ഓരോന്നിനും. അത് കഴിഞ്ഞിട്ട് പാസ്സാവാൻ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിന്റെ ഡിഫറൻസ്, അതായത്
അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യനും എത്ര പാസ്സാവണോ അത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ട ഇനി എത്ര അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്താൽ കുട്ടി ജയിച്ചിരുന്നു അല്ലെ. ഓൾറെഡി എത്ര നമ്പേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, അതിൽ ഇനി എത്ര കൂടി അറ്റൻഡ് ചെയ്താൽ ആ കുട്ടി പാസ്സായിരുന്നു എന്നുള്ള നമുക്ക് വാല്യൂ കിട്ടും. സോ അതിന് ഫസ്റ്റ് നമുക്ക് അരിതമെറ്റിക്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു നോക്കാം. അരിതമെറ്റിക്കിലേക്ക് എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തേക്കണം? 70% ആണ്. അപ്പൊ അരിതമെറ്റിക് ആകെ എത്ര 10 എണ്ണല്ലോ. അപ്പൊ 70% ഓഫ് 10, 70/100 into 10. ഓക്കെ, 7. അത് കഴിഞ്ഞാൽ ആൾജിബ്ര എത്ര? 40% ആണ് അല്ലെ. 40% 40% ഓഫ് 30 ആണ്. ഓക്കെ, 40/100 into 30, 12. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ ജോമെട്രി ആണ്. ജോമെട്രി എത്രയാണ്? 60% ആണ്. 60% ഓഫ് 35 ആണ് അല്ലെ. 60/100 into 35, 60/100 into 35, 21 ആണ് വരും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ക്വസ് അറ്റൻഡഡ് ബൈ ശോഭ എത്ര വരിക? 7 + 12 + 21 equal to 40. ഓക്കെ, ഇനി എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെന്ന്? ക്വസ്റ്റ്യൻസ് attended to pass, questions to be attended to pass. അപ്പൊ എത്ര വേണം? 60% ഓഫ് 75 ആണ് പാസ്സാവുക. അത് 60/100 into 75. ഓക്കെ, അത് 45 ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 45 കിട്ടി, 40 കിട്ടി. ഇത് പാസ്സാവാൻ ഇത് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ റിക്വയർ ചെയ്ത നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര? റിക്വയർഡ് number of questions equal to 45 minus 40 equal to 5. ഒരു 5 ക്വസ്റ്റ്യൻസും കൂടി കറക്റ്റ് ആയിരുന്നെങ്കിൽ ആ കുട്ടി പാസ്സായിരുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓരോ സബ്ജക്റ്റിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് തന്നിട്ടുണ്ട്. അതിൽ ഓരോ പെർസെൻറ്റേജ് ആയിട്ട് ആ കുട്ടി ഏതൊക്കെ എത്ര പെർസെൻറ്റേജ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ടോട്ടൽ തന്നിട്ടുണ്ട്, അതിൽ എത്ര പെർസെൻറ്റേജ് അറ്റൻഡ് ചെയ്താൽ പാസ്സാവുമെന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെ ആയിട്ട് കണ്ടുപിടിച്ചു. എൻ്റെയും GAGയുടെയും ജിയോന്റെ ഒക്കെ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് കറക്റ്റ്ലി അറ്റൻഡ് ക്വസ്റ്റ്യൻസ് കിട്ടി. ഇനി നമ്മൾ എത്ര പെർസെൻറ്റേജ് പാസ്സാവണം തന്നിട്ടുണ്ട്. അതിന്റെയും 60% 75 തന്നിട്ടുണ്ട്. അതും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം കിട്ടി. അവ തമ്മിൽ ഡിഫറൻസ് കിട്ടി. ഇനി എത്ര അറ്റൻഡ് ചെയ്താൽ കുട്ടി പാസ്സാവുന്നത് കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 15% of x minus 5 equal to 13% of x plus y, then what percent of x is y? Okay, what percentage of x is y? നമുക്ക് തന്നിട്ടുണ്ട് 15%-ൻ്റെതും തന്നിട്ടുണ്ട്, 30%-ൻ്റെതും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് നമുക്കൊരു എക്സും വൈനും തമ്മിൽ റിലേഷൻ കിട്ടുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ആ ഇക്വേഷൻ നമ്മൾ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് എക്സ് വരുമ്പോൾ അത് എപ്പോഴും താഴെ ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ y/x എന്ന് പറയുന്നത് y/xന്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, y/xന്റെ പെർസെൻറ്റേജ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്.
നമുക്ക് തന്നത് ആദ്യം എഴുതാം. 50% of x minus 5 equal to 13% of x plus 5. അതായത് 50/100 x minus y equal to 30/100 x plus y. Okay. നമുക്ക് okay 50 ആണ്, സോറി. 15% ആണ്. 50 ആണ്. ഓക്കെ, 50%, 50%. ഓക്കെ, അപ്പോൾ 15% of x minus 5, 30% of x plus 5. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 100 100 ആണ് അപ്പുറത്ത്. അത് 15x 13x 5 3 ഒക്കെ ഉള്ളു. അപ്പോൾ 5x minus 5 equal to 3x plus 5. ഇത് നമ്മൾ കട്ട് ചെയ്തത് ഇവിടെ ഇപ്പുറത്തും 100 ആണല്ലോ കട്ട് ചെയ്യാം. പിന്നെ ഇതിന് നമുക്ക് 10 10 15 13 ആണ്, ഒരു 10 കോമൺ എടുത്തിട്ട് കട്ട് ചെയ്യാം. സോ അങ്ങനെയാണിത് 5 3 ആയത്. ഓക്കെ, ഇത് നമുക്ക് ഇനി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x minus 5y equal to 3x plus 3y. ഓക്കെ, ഈ 5x 3x വരുമ്പോൾ 5x minus 3x ആവും. അത് കഴിഞ്ഞ് 3y plus 5y ആവും. അപ്പോൾ 8x equal to 2x is equal to 8y ആവും. ഓക്കെ, x is equal to 4y. ഇതാണ് നമ്മുടെ റിലേഷൻ. x is equal to 4y എന്ന് പറയുന്നത്. നമുക്കിത് നമ്മുടെ പെർസെൻറ്റേജ് നമുക്ക് എന്തിലാണ് വേണ്ടത്? റിക്വയർഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് y/x into 100 ആണ് വേണ്ടത്. ഓക്കെ, y ഇവിടെ ഇടാം, എക്സിന്റെ അവിടെ നമുക്ക് 4y എന്ന് ഇടാം. അതെ, x is equal to 4y നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ y/4/x into 100. y കിട്ടി, 1/4 into 100 ആവും. 1/4 into 100 എന്ന് പറയുന്നത് 25% ആണ്. ഓക്കെ, നമ്മുടെ തന്ന ഇക്വേഷൻസിൽ അങ്ങനെ എഴുതി. എന്നിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല, തന്ന ഇക്വേഷൻ അങ്ങനെ എഴുതി. എന്നിട്ട് അതിന് സോൾവ് ചെയ്ത് ഒരു റിലേഷൻ കണ്ടുപിടിച്ചു. നമുക്കിവിടെ വാട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ് ഇസ് വൈ എന്നാണ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് എക്സ്, അതിനാണ് നമ്മൾ y/x ആണ് നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടതെന്ന് കിട്ടിയത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സാലറി ക്വസ്റ്റ്യൻ ആണ്. Raman's salary was decreased by 50% and subsequently increased by 50%. How much percentage does he lose? How much percentage does he lose? Okay. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു അമൗണ്ടിന്റെ 50% കൂടി കുറച്ചു, ഇത് വീണ്ടും 50% കൂട്ടി എന്ന് പറയുമ്പോൾ അതേ എമൗണ്ട് അല്ല വരിക. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു അമൗണ്ടിന്റെ 50% കുറച്ചു,
എന്നിട്ട് കിട്ടുമല്ലോ, അതിന്റെ 50% ആണ് പിന്നെ കൂട്ടുന്നത്, അല്ലാതെ ഫസ്റ്റ് കിട്ടിയതിന്റെ അല്ല. അതായത് എക്സ് എന്നൊരു എമൗണ്ടിന് നമ്മൾ വൈ എന്നൊരു എമൗണ്ടിലേക്ക് കിട്ടിച്ചാൽ അതിന്റെ 50%ഉം എക്സിന്റെ 50%ഉം ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ കുറയ്ക്കുക ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഇത് ഇവിടെ കുറഞ്ഞിട്ടേ വരില്ല, കാരണം കുറഞ്ഞതിന്റെ നമ്മളൊരു എമൗണ്ട് കുറച്ചു, എന്നിട്ട് ആ കുറഞ്ഞതിന്റെ 50% കൂടി വരുമ്പോൾ അപ്പൊ ഇല്ല. ഓക്കെ, അപ്പൊ കമ്മി തന്നെ ആയിരിക്കും, ആക്ച്വൽ വാല്യൂവിനെക്കാട്ടും കമ്മി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാച്ചാൽ നമുക്കിവിടെ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും തന്നിട്ടുണ്ട്. സാലറി എക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഒറിജിനൽ സാലറി എന്ന് പറയുന്നത് സോറി എക്സ് അല്ല, 100 ആയിട്ട് എടുക്കും. ഓക്കെ, 100 വെച്ച് തന്നിട്ടില്ലെങ്കിൽ 100 വെച്ച് കളിക്കുമ്പോൾ കുറച്ചും കൂടി സുഖമായിരിക്കും. പിന്നെ ഈ 75 ഒരു പെർസെൻറ്റേജ് പോയിന്റ് വെച്ച് കളിക്കുകയാണെങ്കിൽ 75, 73.3, 73.5 അങ്ങനെയൊക്കെ വരുമ്പോൾ, അങ്ങനത്തെ പോയിന്റ് വെച്ച് വരുമ്പോൾ നമുക്ക് 1000 എടുക്കുമായിരിക്കും കുറച്ചുകൂടി കാൽക്കുലേഷൻ ഈസി. അതിന്റെ 50% കാണാം, അതിന്റെ 60% കാണാം. ഇതിലിപ്പോ 100ന്റെ 50% പറയുന്നത് 50 തന്നെയാണ്. സോ അത് വേറെ കാൽക്കുലേഷന്റെ ആവശ്യമില്ല. അതുകൊണ്ട് 100 എടുക്കായിരിക്കും സുഖം ഇവിടെ, കാരണം ഇവിടെ പോയിന്റ് വാല്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമാണ്. ഓക്കെ, അപ്പൊ ന്യൂ സാലറി എങ്ങനെ ഫസ്റ്റത്തെ കേസ് എന്താ, സാലറി ഡിറ്റക്ട് ചെയ്ത കേസില്ലേ, സാലറി ഡിറ്റക്റ്റഡ് നമുക്ക് 50% കുറയ്ക്കും. അപ്പോൾ 100 into 50/100. ഓക്കെ, 50% ആണ്, 50 ആണ്. 50 ആണ് കുറച്ചത്. ഓക്കെ, എന്നിട്ട് ഒറിജിനൽ സാലറിന്ന് ശരിക്കും 100 - 50 15 വരുന്നുണ്ട്. നമുക്ക് ഇവിടെ വലിയ പ്രശ്നം വരുന്നില്ല. ഇൻ കേസ് ഇവിടെ 25% ആണ് സാലറി ഡിറ്റക്ട് ചെയ്തു പറഞ്ഞാൽ നമ്മൾ 25% ഇവിടെ കാണുമ്പോൾ 25 വരും. ആ 100 - 25 ചെയ്യണം. ഓക്കെ, ഇവിടെ 50 ആയതുകൊണ്ട് 50 ആയതുകൊണ്ട് നമുക്ക് ആ 100 കളിക്കുന്നത് അറിയില്ല. ശരിക്കും ഈ വാല്യൂ കിട്ടിയ ശേഷം ഇതിനെ നമ്മൾ സാലറി ഡിറ്റക്റ്റഡ് ആണ്, 50 കുറച്ചതാണ്. ഓക്കെ, 50 കുറഞ്ഞു, അപ്പൊ നമ്മുടെ സാലറി ചേഞ്ച് ആവുക 100 - 50 ആണ്. 50 100 തന്നെ ആയതുകൊണ്ട് നമുക്കത് അറിയുന്നില്ല. ഓക്കെ, അപ്പൊ 50 ആണ് സാലറി, 50 സാലറിയാണ് കുറഞ്ഞത്. അപ്പൊ 100 - 50 50 ആണ്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഇൻക്രീസ് ആണ് സാലറി ഇൻക്രീസ്ഡ്. അപ്പൊ എത്ര സാലറി ഇൻക്രീസ്ഡ് ബൈ 50ന്റെ 50%. അപ്പൊ 15 into 50/100 25 ആണ്. ഓക്കെ, 25 ആണ്. ഇതിനെ ഈ 50 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ന്യൂ സാലറി എന്ന് പറയുന്നത് 50 25 കൂട്ടി എന്നാണ്. അപ്പൊ ന്യൂ സാലറി എന്താണ്, ആ കൂട്ടിയ വാല്യൂ കൂടി ആഡ് ചെയ്തിട്ടല്ലേ എഴുതേണ്ടത്. ന്യൂ സാലറി എന്ന് പറയുന്നത് 50 + 25 = 75. ഇവിടെ ഇതിന് പകരം ഡയറക്റ്റ് ആയിട്ട് 150 വെച്ചത് നമുക്ക് കളിക്കും. ഓക്കെ, അതായത് ഉദ്ദേശിച്ചത് ഈ 15 into ഇവിടെ 50 കൂടുതലല്ലേ ചെയ്തപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, 150/100 ചെയ്യും. 5 15 75. ഓക്കെ, അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ആഡിങ് സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇൻക്രീസും ഡിക്രീസും വരുമ്പോഴുള്ള 2 ഇക്വേഷൻസ് നമ്മൾ നോക്കിയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഇൻക്രീസും ഡിക്രീസും വരുമ്പോഴുള്ള ഒരു ഇക്വേഷൻ നമ്മൾ നോക്കിയിരുന്നു. എന്നിട്ട് ആ ഇക്വേഷൻ അവിടെ എങ്ങനെ വന്ന് എന്നൊക്കെ നമ്മളങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇൻക്രീസ് വരുമ്പോൾ ഡിക്രീസ് വരുമ്പോൾ ആ ടൈപ്പ് ഓഫ് ഒരു കൺസെപ്ഷനിൽ വരുന്നൊരു ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ഈ ക്വസ്റ്റ്യൻ അല്ല, ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ കിടക്കാൻ പോകും. ഓക്കെ, when the price of a product was decreased by 10%, the number sold increased by 30%.
What was the effect on total revenue? What was the effect on total revenue? അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് 10% കുറച്ചു, എന്നിട്ട് ആ നമ്പർ ഓഫ് സെയിൽസ് ഉണ്ടായിരുന്നതും 30% കൂടി. അപ്പൊ റവന്യൂവിനെ എങ്ങനെ എഫക്ട് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഇൻ കേസ് നമ്മൾ പറയുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ നമുക്ക് അതിനെ 100 വെച്ചിട്ട് തന്നെ എടുക്കാം. ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് 100 ആയിക്കോട്ടെ. നമ്പർ ഓഫ് സെയിൽ ചെയ്തതും നമ്മൾ 100 ആയിട്ട് തന്നെ എടുക്കും. എന്നിട്ട് അപ്പൊ നമ്മൾ റവന്യൂ ആണ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഇൻറ്റു നമ്പർ ഓഫ് നമ്പർ ഓഫ് ഐറ്റം സെൽ. ഓക്കെ, ആ എത്ര സെൽ ചെയ്തോ അത് ഇൻറ്റു ആ പ്രൊഡക്റ്റിന്റെ പ്രൈസും ഇൻറ്റു എത്ര പ്രൊഡക്റ്റ് ചെയ്തു പറഞ്ഞാൽ റവന്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാ വെച്ചാൽ, നമുക്കിവിടെ അറിയാം ഒരു പ്രൈസിന്റെ പ്രൊഡക്റ്റ് 10% ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഇപ്പോ ലെറ്റ് എക്സ് ബി, ലെറ്റ് 100 ബി പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് and number of products sold 100 തന്നെ ആക്കി. ഓക്കെ, അപ്പൊ ഇവിടെ റവന്യൂ എന്ന് പറയുന്നത് 100 × 100 ആയിരിക്കും 10,000. ഓക്കെ, 10,000 ഇങ്ങനെയാണ് നമ്മൾ, അതായത് 100 നമ്മൾ ആ വാല്യൂ വെറുതെ ഒന്ന് എടുത്തുന്നല്ലോ. ഒരു പ്രൊഡക്റ്റിന്റെ ഇത് 100 ആക്കിയിട്ട് തന്നെ സെറ്റ് ചെയ്തു. എത്ര പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ടെന്ന് അതും നമ്മൾ 100 തന്നെ ആക്കി റവന്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഇപ്പൊ എത്ര ഇൻക്രീസ് ആയി, അല്ലെങ്കിൽ ഇൻക്രീസ് ആവാണോ ഡിക്രീസ് ആവാണോ റവന്യൂ ചെയ്തതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ ഫസ്റ്റ് ഇപ്പോഴത്തെ കറണ്ട് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് 10% കൂടി കുറഞ്ഞു എന്നാ പറയുന്നത്. 100 എന്ന് പറയുന്നത് 90 ആയി, അത്രേ ഉള്ളൂ. അപ്പൊ ന്യൂ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 90. ഓക്കെ, ന്യൂ നമ്പർ ഓഫ് പ്രൊഡക്റ്റ് സോൾഡ്. അപ്പോൾ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് 30% കൂടി. ഇപ്പോൾ ഞാൻ പറഞ്ഞ 100 എടുത്തുകൊണ്ട് നമുക്ക് 113 ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി റവന്യൂ ആണ് ചോദിക്കുന്നത്. റവന്യൂ അപ്പോൾ ഇവിടെ എന്താവും? റവന്യൂ 19 × 130 ആവും പുതിയ റവന്യൂ, അതായത് 11,700. ഇൻക്രീസ് എത്രയാണ് ചോദിക്കുന്നത്? ഇൻക്രീസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവരുടെ ഡിഫറൻസ് കാണാം. ഡിഫറൻസ് ഇൻ റവന്യൂ 1,700 ആണ്. അപ്പോൾ ഇൻക്രീസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ റവന്യൂ 1,700 ബൈ ആദ്യത്തെ റവന്യൂ എന്തായിരുന്നു? 10,000 ഓഫ് എക്സ്. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻറ്റു 100 ഈക്വൽ ടു 17%. ഓക്കെ, 1,700 ആണ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് എടുത്തു അതേ ബൈ 1,000 ചെയ്തു. അപ്പം നമുക്ക് 70% കിട്ടി. ഞാൻ ഡയറക്റ്റ് 100 എടുത്തുകൊണ്ട് ഇവിടെ കാൽക്കുലേഷന് വലിയ പ്രശ്നം തന്നെയല്ല. 100 എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ നമ്പർ 1000 ഒക്കെ എടുക്കണമെങ്കിൽ